ഡോൾബി അറ്റ്മോസ് ഉള്ള, ഡോൾബി ഓഡിയോ ഉള്ള സൗണ്ട് ബാറുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, പാർട്ടി സ്പീക്കറുകൾ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ വില ഒട്ടുമിക്കവർക്കും താങ്ങാൻ പറ്റുന്നതായിരുന്നില്ല. അപ്പോൾ അത്രയും വില കൊടുത്തൊന്നും വാങ്ങാൻ കഴിയാത്തവർക്ക് എന്നാൽ ഡോൾബിയൊക്കെ ഒന്ന് ആസ്വദിക്കണ്ടേ, ഡോൾബി അറ്റ്മോസൊക്കെ. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന വില കുറഞ്ഞ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ അത് ഹെഡ്ഫോൺ ആയിരിക്കും. പക്ഷേ ഡോൾബി അറ്റ്മോസ് ഉള്ള ആ ഹെഡ്ഫോണുകൾ നമ്മൾ അധികം പരിചയപ്പെട്ടിട്ടുമില്ല, അധികമൊന്നും നമുക്ക് വിപണിയിൽ ലഭ്യവുമല്ല എന്ന് തോന്നുന്നു. കൂടുതലും ഗെയിമേഴ്സൊക്കെയാണ് ഇത്തരത്തിലുള്ള ഹെഡ്ഫോണുകൾ ഉപയോഗിക്കുന്നത്. എന്നാൽ സാധാരണക്കാരന് വേണ്ടിയിട്ട് പ്രൊഡക്റ്റുകൾ പുറത്തിറക്കുന്ന നമ്മുടെ സെബ്രോണിക്സ് കമ്പനി ഇതാ ഇപ്പോൾ അവരുടെ ഹവോക് എന്ന് പറയുന്ന ഒരു പുതിയ മോഡൽ ഡോൾബി അറ്റ്മോസ് ഉള്ള ഹെഡ്ഫോൺ അവതരിപ്പിച്ചിട്ടുണ്ട്. വില വളരെ കുറവാണ്. ഇതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ അവരുടെ ഒരു സാധാരണ ഹെഡ്ഫോൺ, അതും ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് ജൂപ്പിറ്റർ എന്ന മോഡൽ, അത് രണ്ടുമാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതാണ് ഡോൾബി അറ്റ്മോസ് ഉള്ള ആ ഒരു ഹെഡ്ഫോൺ. സെബ് ഹവോക് എന്ന് പറയുന്ന ഈ ഒരു ഹെഡ്ഫോൺ അത്യാവശ്യം കാണാൻ കുഴപ്പമില്ലാത്ത ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉള്ളതാണ്. നല്ല കുഴപ്പമില്ല, അതൊരു മാറ്റ് ഫിനിഷിംഗ് ആണ് ബോഡിക്ക്, അല്ലാണ്ട് ഒരു ഗ്ലോസി ഫിനിഷിംഗ് ഒന്നുമല്ല. രണ്ട് സൈഡിലും സെബ്രോണിക്സിൻ്റെ ഒരു ലോഗോ ഒക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഭാഗം, അതായത് ഇയർ പീസിൻ്റെ ഭാഗത്തുള്ളൊരു കുഷൻ കുറച്ച് ക്വാളിറ്റി കൂടിയതാണ്. നമ്മൾ സാധാരണ വാങ്ങുന്ന ചില ഹെഡ്ഫോണുകൾ വാങ്ങിക്കുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതൊക്കെ പൊടിഞ്ഞു പോകും അല്ലേ, വിയർപ്പൊക്കെ ആകുമ്പോൾ. പക്ഷേ ഇവിടെ ഇതൊരു ക്ലോത്ത് മോഡലായിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അതങ്ങോട്ട് നശിഞ്ഞു പോവില്ല. അത്യാവശ്യം നല്ല രീതിയിലൊരു കംഫർട്ടായിട്ടിരിക്കുന്ന ഒരു ഡിസൈനാണ് എന്ന് പറയാം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു മൈക്ക് ഉണ്ട്, ഇവിടെ ഒരു പോപ്പ് ഫിൽറ്റർ ഉണ്ട്. നമുക്കത് ആവശ്യാനുസരണം ഇതുപോലെ ഊരിയിട്ട് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നൊരു ഹെഡ്ഫോണാണ്. അത് നല്ല ബേസ് ഉണ്ട്, അതുപോലെ തന്നെ ആ ഒരു ഡോൾബി അറ്റ്മോസിൻ്റെ എഫക്റ്റൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് 2 പിന്ന് കാണാം. ഒന്ന് USB ആണ്, പിന്നെ ഒന്ന് നമുക്ക് ഓഡിയോ കണക്ഷൻ. ഇപ്പോൾ ഈ ഒരു USB പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സൈഡിൽ RGB ലൈറ്റ് ഉണ്ട്. ഗെയിമേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, RGB ലൈറ്റ് ആയിരിക്കും പെട്ടെന്ന് ഓർമ്മ വരിക. അപ്പോൾ അത്തരത്തിൽ ആ RGB ലൈറ്റ് പ്രകാശിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ USB ഉള്ളത്. 2 മീറ്ററായിട്ട് ഒരു നൈലോൺ ബ്രൈഡഡ് കേബിളും ഇതിനോടൊപ്പം ഉണ്ട്, കുറച്ച് ലെങ്ത് ആയിട്ട് തന്നെ നല്ലൊരു ഇതിന് നമുക്ക് ഉപയോഗിക്കാൻ കംഫർട്ടായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്ക് ഈ ഒരു മൈക്ക് മ്യൂട്ട് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബട്ടണും പിന്നെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ബട്ടണും കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്നൊരു വോയിസിന് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഇത് ഞാൻ ഇതിൻ്റെ മൈക്ക് ഉപയോഗിച്ചിട്ട് റെക്കോർഡ് ചെയ്തിരിക്കുന്നതാണ്. എങ്ങനെയുണ്ട് എൻ്റെ ഒരു മൈക്കിൻ്റെ ക്വാളിറ്റി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിൻ്റെ വിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ 1699 രൂപ മാത്രമാണ് ഈ ഒരു ഡോൾബി അറ്റ്മോസ് ഉള്ള ഈ ഒരു ഹെഡ്ഫോണിൻ്റെ വില വരുന്നത്. എന്തായാലും കുഴപ്പമില്ല, ഞാൻ പറഞ്ഞ പോലെ ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഞാൻ ചെക്ക് ചെയ്തു, നല്ല രീതിയിലുള്ളൊരു എഫക്റ്റൊക്കെ നമുക്ക് ഇതിൽ ആസ്വദിക്കാനാവുന്നുണ്ട്. ഡോൾബി അറ്റ്മോസ് ഉള്ളതിൽ തന്നെ വെച്ചാൽ കാര്യമുള്ളൂ, സ്റ്റീരിയോ ഉപയോഗിച്ചാൽ അറിയാമല്ലോ, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത് കുഴപ്പമില്ല. ഇനി ഇതാണ് സെബ് ജൂപ്പിറ്റർ. സെബ് ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ഹെഡ്ഫോണായിട്ട് നമുക്ക് കരുതിയാൽ മതി. പക്ഷേ ഈ പറഞ്ഞ പോലെ ബേസും ട്രബിളും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കിട്ടുന്ന ഒരു ഹെഡ്ഫോണാണ്. ഇതിന് ഇവിടെ വേറൊരു രീതിയിലുള്ളൊരു കുഷനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ മെറ്റീരിയൽ നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. മറ്റേതൊരു പ്രീമിയം ക്വാളിറ്റി ആയിരുന്നു ഇത് ഹവോക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇതൊരു ഓർഡിനറി ശൈലിയിൽ, എന്നാൽ തന്നെ ഡിസൈനൊക്കെ കാണുമ്പോൾ ഒരു ഹെവി ലുക്കൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഈ സൈഡൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എന്ന് വെച്ചാൽ ഇവിടെ ഒരു RGB ലൈറ്റ് ഉണ്ട് 2 സൈഡിലായിട്ട്, ഇയർ പീസിൻ്റെ ഈ സൈഡിൽ സർക്കിളായിട്ട് തന്നെ. അപ്പോൾ അതൊരു ഹെവി ലുക്കാണ്. സെബ്രോണിക്സിൻ്റെ ലോഗോക്കെ ഒന്ന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഒരു ഓർഡിനറി മെറ്റീരിയലാണ്, അത് ഇയർ പീസിൻ്റെ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ഇത്തരത്തിൽ ഇവിടെ നമുക്ക് മൈക്ക് കാണാം. പക്ഷേ ഇതുമ്പോൾ മറ്റേ പോപ്പ് ഫിൽറ്റർ ഒന്നുമില്ല, വേണമെങ്കിൽ നമുക്ക് വാങ്ങിയിടാവുന്നുള്ളൂ. അതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നൊരു മൈക്ക്. പിന്നെ ഇതിൽ കൺട്രോളായിട്ട് പറയുന്നത് ആ ഒരു വോളിയം കൺട്രോൾ മാത്രമാണ് ഇതുമുള്ളത്. ഇതിന് വില കുറവാണ്, 1099 രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ. എന്തായാലും ഇതിൻ്റെ മൈക്കിൻ്റെ ക്വാളിറ്റിയും കേട്ടോളൂ. ഇപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു മൈക്ക് ഉപയോഗിച്ചിട്ടാണ്. എത്രമാത്രം ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാം. ഇന്നിപ്പോൾ നമ്മൾ സാധാരണ മാർക്കറ്റിൽ കാണുന്ന ഒരു ഹെഡ്ഫോണിനെ അപേക്ഷിച്ച് വളരെ ഹെവി ലുക്കുള്ള എന്നാൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു മോഡലാണിത്. ഇതിനോടൊപ്പം ഉണ്ട് ഒരു 2 മീറ്റർ ഇതുപോലെ കേബിള്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത 2 ഹെഡ്ഫോൺ. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ചില ആളുകൾ ചോദിക്കാറുണ്ട് ഹെഡ്ഫോണുകൾ പരിചയപ്പെടുത്താമോ എന്ന്. നമ്മളതൊരു വലിയൊരു കണ്ടൻറ്റായിട്ട് കരുതാറില്ല, അപ്പോൾ അതുകൊണ്ട് പരിചയപ്പെടുത്തിയില്ല. പക്ഷേ ഇപ്പോൾ ഈ ഒരു ഡോൾബി അറ്റ്മോസ് ഉള്ളപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ശരിക്കും ഡോൾബി അറ്റ്മോസ് ആണ്. അതായത് ഈ ഹവോക് എന്ന് പറയുന്ന ഈ ഒരു മോഡൽ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിലൊരു വാല്യൂ ഉള്ളൊരു മോഡൽ തന്നെ എന്ന് പറയാം. കാരണം വളരെ ചീപ്പ് റേറ്റിനാണ് ഇത്തരത്തിലൊരു ഡോൾബി അറ്റ്മോസ് ഉള്ളൊരു ഹെഡ്ഫോൺ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും അത് നല്ലൊരു ഇതാണ്. ഗെയിമേഴ്സിനും അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് ആസ്വദിക്കണമെന്ന് ആഗ്രഹമുള്ള എന്നാൽ ഫണ്ടില്ലാത്തവർക്ക് പറ്റിയൊരു മോഡലാണ്. അപ്പോൾ എന്തായാലും നിങ്ങളിപ്പോൾ പലരും ഇത്തരത്തിലുള്ള ഹെഡ്ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു ഇത്, അതായത് ഡോൾബി അറ്റ്മോസ് ഉള്ളത് വേറെ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ താഴെ കമൻ്റ് ആയിട്ടിടാം. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം.